വരുന്നത് വെച്ച് നമുക്ക് ഡീൽ ചെയ്ത് പോകാന്നുള്ളതല്ലേ. ഓരോ സന്ദർഭവും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഇടപെടുക. LDF-ന് കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു സീറ്റായി കുറഞ്ഞു. അപ്പം അതനുസരിച്ച് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഉള്ള മേഖല അത് നോക്കാം. നമുക്ക് ഒരു സുപ്രധാന ഉത്തരവ് കൂടി ഇറക്കിയിട്ടാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പണിയിറങ്ങുന്നത്. അതെ, അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ മുതൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലായിട്ടാണ്. കാരണം നമ്മുടെ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു നമ്മൾ. നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടിമരാജ്യമായി. അപ്പോൾ കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലുണ്ട്. അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഈ ലാസ്റ്റ് മുമ്പിലുള്ളത് കോളനി നമുക്ക് അബോളിഷ് ചെയ്യാൻ വേണ്ടി കഴിയണം, കോളനി എന്നുള്ള വാക്ക്. കാരണം ഒരു കൾച്ചറിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ, അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. നിലവിൽ വ്യക്തികളുടെ പേരിൽ വല്ല പ്രദേശം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരിലും ആ പേരിൻ്റെ കൂടെ കോളനി എന്നുള്ളതുണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ട്രൈബൽ ഏരിയയിൽ ഇപ്പം നമ്മൾ കുറച്ച് ഇത് ശ്രമം തുടങ്ങി. ഓരോ പ്രദേശത്തും ഇത് നമ്മൾ അടുത്ത കാലത്ത് വയനാട്ടിൽ ഒരു ഗ്രാമം അത് ഉന്നതി ഗ്രാമമായിട്ട് മാറി. അതുപോലെ തന്നെ പ്രകൃതി ഗ്രാമമായിട്ട് മാറി. ഐശ്വര്യ എന്നുള്ള പേര്, അങ്ങനെ വിവിധ പേരുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പേരുകളൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ്. പൊതുവെ ആ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നും നല്ലപോലെ ആ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പകരം മന്ത്രി തീരുമാനിച്ചു? ഇല്ല, തീരുമാനിച്ചില്ല. പാർട്ടി തീരുമാനിക്കും. ഓക്കെ. മന്ത്രിസ്ഥാനം ഒഴിയുന്ന അവസാന ദിവസം ചരിത്ര ഉത്തരവിറക്കിയിരിക്കുകയാണ് കെ രാധാകൃഷ്ണൻ. കോളനി, ഊര്, സങ്കേതം എന്ന പേരുകൾ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി. ഉന്നതി, നഗർ, പ്രകൃതി തുടങ്ങിയ പേരുകൾ പകരം തെരഞ്ഞെടുക്കാവുന്നതാണ് എന്നും മന്ത്രി പറഞ്ഞു. കെ രാധാകൃഷ്ണൻ ക്ലിഫ് ഹൗസിലെത്തി മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. അല്പസമയത്തിനകം സ്പീക്കറുടെ ചേംബറിലെത്തി MLA സ്ഥാനം രാജിവെക്കും. സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ, ഏറെ പ്രസക്തമായ ഒരു ഉത്തരവാണിത്. ഈ കോളനി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ എടുത്തു മാറ്റണമെന്ന് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ചർച്ചയാണ്. അടിത്തട്ടിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടണമെന്നുള്ളത് കൂടിയാണ് ഈ ഉത്തരവിൻ്റെ ലക്ഷ്യം. എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? ഈ ഉത്തരവ് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഗുണമുണ്ടാവുക? തീർച്ചയായിട്ടും അത് തന്നെയാണ് റോഷ്നി, സുപ്രധാനമായ ഒരു ഉത്തരവ്. ഒരുപക്ഷെ സമൂഹത്തിലെ ഒരു മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് ആ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകുന്നത് എന്നതാണ്. മന്ത്രി ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. താൻ ഏറെ നാളായി ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു കോളനി എന്ന പദം മാറ്റണമെന്നത്. പലപ്പോഴും നമുക്കും അറിയാം, നമ്മളൊക്കെ സംസാരിക്കുമ്പോഴും തമാശയാണെങ്കിൽ പോലും കോളനി എന്നൊരു പദം വെച്ച് കളിയാക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അത് തന്നെയാണ് ആ മന്ത്രിയും ഇന്ന് സൂചിപ്പിച്ചത്. പലപ്പോഴും ഈ പട്ടിക വിഭാഗത്തിലുള്ളവർ അധിവസിക്കുന്ന സ്ഥലത്തെയാണ് കോളനി എന്നുള്ളത്. ഈ കോളനി എന്ന പദം അവർക്ക് അപകർഷതാബോധം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രയോഗിക്കുന്നു എന്നത് തന്നെയാണ്. കാര്യമായി പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ കോളനി എന്നത് പറഞ്ഞതുപോലെ അത് ഒരു അടിമത്തത്തിൻ്റെ സിമ്പലായി തന്നെ നിൽക്കുന്ന ഒന്നാണ്. മേലാളന്മാർ കയ്യേറി വെച്ചാൽ അവർ പറയുന്ന ഒരു പദമായി കോളനി എല്ലാ കാലത്തും മാറിയിട്ടുണ്ട് എന്നതാണ്. അതിൽ ഒരു മാറ്റം എന്നത് തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ആ മാറ്റത്തിന് ഉത്തരവിട്ടുകൊണ്ട് ആ മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് മന്ത്രി പോവുകയും ചെയ്തിട്ടുള്ളത്. കെ രാധാകൃഷ്ണൻ ഇപ്പോൾ സംസാരിച്ചപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. അതിൽ തുടക്കം കുറിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് വയനാട്ടിലെ ആ ഗ്രാമത്തിന് ഇപ്പോഴും ഉന്നതി ഗ്രാമം എന്നതും പ്രകൃതി ഗ്രാമം എന്നതടക്കമുള്ള പേരുകൾ നിർദ്ദേശിക്കാനും പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും ഇപ്പോൾ ഈ ഓരോ നേതാക്കളുടെയും പേരുകളുടെ കൂടെ ഈ കോളനി എന്ന പദം ഉപയോഗിച്ചുകൊണ്ടുള്ള പല സ്ഥലങ്ങളും പലയിടത്തുമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പേരുകൾ ഇനി ഉപയോഗിക്കേണ്ടതില്ല എന്നതുകൂടി. അങ്ങനെ ഒരാളുടെ പേര് വെക്കുമ്പോൾ അതൊരു പക്ഷേ രാഷ്ട്രീയമായോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം കൂടി, അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ കൂടി കാരണമാകും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പേര് വേണ്ട, പകരം ഇത്തരത്തിൽ പ്രകൃതി അല്ലെങ്കിൽ ഉന്നതി അത്തരം ഒരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടമുള്ള അവിടെ താമസിക്കുന്നവർക്ക് എന്താണോ ആ നാട് അവിടെ നൽകാൻ കഴിയുന്ന പേര് അത് ഉപയോഗിക്കാം എന്നത് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്നത് തന്നെയാണ്. ഏതായാലും അത്തരത്തിൽ ഈ അടിമത്തം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന ഈ
അപകർഷതാബോധം, അവർ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ അതൊരിക്കലും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ മന്ത്രിയായി അവസാനം ഒപ്പിട്ട ഉത്തരവ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മന്ത്രി അത് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലമായി ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അവസാനം മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ആ ഉത്തരവ് ഒപ്പിട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ടുള്ള അവസാനത്തെ ഒരു പരിപാടി, അതും ഈ പട്ടിക വിഭാഗക്കാർക്കുള്ള ഒരു ഉന്നതി പരിപാടിയുടെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു. അദ്ദേഹം അവിടെയും സംസാരിച്ചത് അതാണ്. താൻ ഈ വകുപ്പ് കിട്ടിയപ്പോഴും പലരും ചോദിച്ചു ഏറ്റവും ചെറിയ വകുപ്പല്ലേ കിട്ടിയിരിക്കുന്നതെന്ന്. പക്ഷേ ഏറ്റവും വലിയ വകുപ്പ്, ഈ സർക്കാരിൻ്റെ വകുപ്പുകൾ നോക്കിയാൽ പോലും ഏറ്റവും വലിയ വകുപ്പാണ് തനിക്ക് കിട്ടിയത്. ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി താൻ ചെയ്തിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, പൂർണ്ണ സംതൃപ്തനായാണ് ഈ സ്ഥാനത്ത് നിന്നും ഒഴിയുന്നത് എന്നതായിരുന്നു മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പരമാവധി ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആ പരിപാടിയിൽ സംസാരിച്ചപ്പോൾ പോലും ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ വകുപ്പിൽ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതടക്കം മന്ത്രി പറയുകയും ചെയ്തിരുന്നു. അത് ഇനിയും തുടരണമെന്ന് മറ്റ് ഡയറക്ടർമാർക്കും അവരോർക്കും എല്ലാവർക്കും നിർദ്ദേശം നൽകിക്കൊണ്ടാണ് മന്ത്രി അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്തത്. ഏതായാലും ചരിത്രപരമായ ഒരു മാറ്റം കൂടി ഉണ്ടാകുന്നു എന്നതാണ്. കോളനി എന്ന പദം തീർച്ചയായിട്ടും ഇനി മുതൽ ഉപയോഗിക്കില്ല എന്നതാണ്. പകരം ഈ ഗ്രാമം, ഉന്നതി, പ്രകൃതി തുടങ്ങിയ വാക്കുകളുടെ ഉപയോഗമായിരിക്കും അത്തരം ഇടങ്ങളിൽ വരിക എന്നതാണ് റോഷ്നി.